ഹലോ മൈഡിയേഴ്സ്, നമ്മൾ ഇന്നൊരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. ചിലർക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമല്ല, പക്ഷെ ചിലർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ഐറ്റംസൊക്കെ. നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ ബീട്രൂട്ട് അച്ചാർ കിട്ടും ബിരിയാണിയുടെ ഒക്കെ ഒപ്പം. അതുപോലെ തന്നെ ഹൽവാസ് ഉണ്ടാകും ഡെസേർട്ട്സിലൊക്കെ. ഈ ഒരു രീതിയിൽ മെഴുക്കുവരട്ടി തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏതായാലും വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് ബീട്രൂട്ട് നീളത്തിൽ മുറിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം സവോള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന ബീട്രൂട്ട്, സവോള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടികളായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ബീട്രൂട്ട് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന കിളിപ്പിച്ച ഗ്രീൻ പീസ് കൂടി ചേർക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറച്ച് നേരം ഇത് വലിയിപ്പിച്ചെടുക്കണം. അതിനുശേഷം ചൂട് ചോറിനൊപ്പം സെർവ് ചെയ്യാം.